അലൈക്കും, നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് റാഗിപ്പൊടി പഴവും വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ്. വെരി ഹെൽത്തി ആയിട്ടുള്ള, ഒരു തുള്ളി പോലും എണ്ണയില്ലാത്ത നല്ല സ്പോഞ്ച് പോലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മെയിനായിട്ട് കുറച്ച് റാഗിപ്പൊടിയും പഴവും കുറച്ച് റവയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, നല്ല സ്പോഞ്ചായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും ചായക്കൊക്കെ കൊടുക്കാനും അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്റ്റീം ചെയ്ത നല്ല അടിപൊളി ഒരു സ്നാക്സാണ്. ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറൈറ്റിയാണ്, നല്ല അടിപൊളിയാണ്, യമ്മിയാണ്. അത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. 2 പഴവും അതേപോലെ കുറച്ച് റാഗിപ്പൊടി കുറച്ച് റവയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഭരണിയിൽ ഒഴിച്ച് വെക്കും, ആവശ്യമാകുമ്പോൾ എടുക്കാനായിട്ട്. അതേപോലെ കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് 2 പഴം ഇതിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഏത് പഴമായാലും കുഴപ്പമില്ല, ഏത് പഴത്താലും ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്കിതൊരു ഫ്രോക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അലിയേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതേപോലെ ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് റാഗിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 കപ്പോളം റവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ ചൂടിലാണ് ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മളിതിലേക്ക് ഒഴിക്കരുത്, എന്നുവെച്ചാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെക്കണം, ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ ആ ഒരു നാളികേരക്കൊത്ത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ റാഗിപ്പൊടിയൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിച്ചോളും. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. നന്നായിട്ടത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്ത് വേവിക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതിലേക്ക് കട്ടിയായിട്ടുണ്ടോന്ന്, അപ്പോൾ ഞാൻ കുറച്ച് പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് മിൽക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി ഒന്ന് അഴയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പാലാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, ഹെൽത്തിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ടൈം നമുക്കിത് പാത്രങ്ങളൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരു ലേശം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം വെച്ച് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ബദാമാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ ഉണ്ട്, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഡെയിലി നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ നല്ല ഹെൽത്തി സ്നാക്സാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്യാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും